കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. പക്ഷേ അതിൻ്റെ സ്വാധീനം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പദ്ധതിയായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ വിലയിരുത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നു? കേരളത്തിന് എന്താണ് നേട്ടം? ഇന്ത്യക്ക് എന്താണ് പ്രയോജനം? എന്തൊക്കെയാണ് വെല്ലുവിളികൾ? നോക്കാം. വിഴിഞ്ഞം പോർട്ട് എവിടെയാണ്? തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് വിഴിഞ്ഞം പോർട്ട്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന നിലയിലാണ് വികസിപ്പിച്ചിരിക്കുന്നത്. കേരള സർക്കാർ പൊതുമേഖലാ സ്വകാര്യ പങ്കാളിത്ത അതായത് PPP മാതൃകയിൽ വികസിപ്പിക്കുന്ന പദ്ധതിയാണിത്. ലോകം മുഴുവൻ എന്തുകൊണ്ട് വിഴിഞ്ഞത്തെ ശ്രദ്ധിക്കുന്നു? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും തിരിച്ചുള്ള ആയിരക്കണക്കിന് കപ്പലുകൾ ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മിക്ക പോർട്ടുകളിലേക്കും പോകാൻ കപ്പലുകൾ വഴിമാറേണ്ടി വരും. പക്ഷേ വിഴിഞ്ഞത്തേക്കെത്താൻ വളരെ ചെറിയ വഴിമാറ്റം മാത്രം മതി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സ്വാഭാവിക ആഴമാണ്. ഏകദേശം 20 മീറ്ററിലധികം ആഴം വിഴിഞ്ഞം പോർട്ടിനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്കും ഇവിടെ എത്താൻ സാധിക്കും. മറ്റു പല തുറമുഖങ്ങളിലേതുപോലെ വലിയ തോതിൽ ഡ്രഡ്ജിംഗ് ആവശ്യമില്ല. ദീർഘകാല പരിപാലന ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റ്? ഒരു വലിയ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി മറ്റൊരു ചെറിയ കപ്പലിലേക്ക് മാറ്റുന്നതാണ് ട്രാൻസ്ഷിപ്മെൻറ്റ്. വർഷങ്ങളായി ഇന്ത്യയിലെ വലിയൊരു ഭാഗം കണ്ടെയ്നർ ചരക്കുകളും വിദേശ തുറമുഖങ്ങൾ വഴിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ വിഴിഞ്ഞത്തിലൂടെ അതിലൊരു മാറ്റം കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിന് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു തുറമുഖം എന്നത് വെറും കപ്പലുകൾ വരുന്ന സ്ഥലം മാത്രമല്ല. അതിനെ ചുറ്റിപ്പറ്റി വരുന്ന മറ്റ് മേഖലകൾ ഇതൊക്കെയാണ്: ലോജിസ്റ്റിക്സ്, വെയർഹൗസിംഗ്, കോൾഡ് സ്റ്റോറേജ്, കണ്ടെയ്നർ യാർഡുകൾ, ഹോട്ടലുകൾ, ചെറുകിട വ്യാപാരങ്ങൾ. ഇവയിലൂടെ നേരിട്ടും പരോക്ഷമായും വലിയൊരു തോതിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. വിഴിഞ്ഞം പോർട്ട് ഇതിനകം നിരവധി പ്രധാന നാഴികക്കല്ലുകൾ പിന്നിട്ടിട്ടുണ്ട്. 2026 തുറമുഖം 1000ാമത്തെ കപ്പലിനെ സ്വീകരിച്ചു. വിഴിഞ്ഞം തുറമുഖം വെറുമൊരു തുറമുഖം മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ഭാവിക്കും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്.